തിരിച്ചടിക്കുള്ള സൂചനകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം, ആ പ്രസംഗം മുഴുവൻ സമൂഹത്തെയും അഭിസംബോധനയല്ല, യുവാക്കളോട് സംസാരിക്കുകയായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം പറഞ്ഞത് ഇനി സമയം കളയാനില്ല എന്ന് അദ്ദേഹം പ്രതികരിച്ചത്. ബീഹാറിലെ പ്രസംഗത്തിന് ശേഷം നടത്തുന്ന അടുത്ത പ്രസംഗമാണിത്. അപ്പോഴും ഇന്നേക്ക് ഒരാഴ്ചയായി ഈ ആക്രമണത്തിന് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്നേക്ക് 7 ദിവസമായിരിക്കുന്നു. ഇന്നേക്ക് 7 ദിവസമാകുമ്പോഴും ആക്രമണം നടത്തിയ ഭീകരർ, അവരുടെ എണ്ണം കൃത്യമായി 4 ആണോ 3 ആണോ, അവരെവിടെ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ അവരെ പിടികൂടാനോ കഴിഞ്ഞിട്ടില്ല എന്നൊരു സാഹചര്യം നിൽക്കുന്നു. അതുകൊണ്ടാണ് കാര്യങ്ങൾ വേഗത്തിലാക്കാനുള്ള ആലോചനകളിലേക്ക് കടന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഈ ഡൽഹിയിൽ നടക്കുന്ന യോഗങ്ങൾ പോലെ തന്നെ കശ്മീരിലും പ്രധാനപ്പെട്ട യോഗങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് പുതിയ ദൃശ്യങ്ങൾ ചിലത് പുറത്തു വന്നിട്ടുണ്ട് ഈ ആക്രമണത്തിൻ്റെ. അപ്പോൾ അതിൽ 3 ഭീകരരാണ് എന്നും ഒരാൾ പുറത്തുനിന്നും ഇവരെയൊക്കെ സഹായങ്ങൾ നൽകുകയായിരുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ ലഭിക്കുന്നു. അപ്പോൾ വനത്തിനകത്ത് ഉള്ള ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ഇവരെ തപ്പിയുള്ള നീക്കം അത് മുന്നോട്ട് പോകുന്നു. ഇവർ വന്നത് ഈ സ്ഥലത്ത് മെയിൻ ഗേറ്റിലൂടെയാണ് ഒരാൾ വന്നത്, ഒരാൾ എക്സിറ്റ് ഗേറ്റിലൂടെയാണ് വന്നത് എന്നൊക്കെയുള്ള ദൃശ്യങ്ങളടക്കം വന്നിരിക്കുന്നു. അപ്പോൾ അവിടെ NIA വലിയ തോതിൽ ചോദ്യം ചെയ്യലുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ സിപ്പ് ലൈൻ ഓപ്പറേറ്ററെ ചോദ്യം ചെയ്തു. സിപ്പ് ലൈൻ ഓപ്പറേറ്റർ അവിടെ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നത് സംശയകരമായ സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു തവണ ചോദ്യം ചെയ്ത് കഴിഞ്ഞു, രണ്ടാമത്തെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നു. അങ്ങനെ അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞിരിക്കുന്ന പ്രതികരണം പാകിസ്ഥാനെതിരെ അതിശക്തമായ വാക്കുകളാണ്. തെമ്മാടിക്കൂട്ടം എന്ന് പറയുന്നു. ഭീകരർക്ക് പണവും ആയുധവും നൽകി സഹായിക്കുന്ന അവരാണ് പാകിസ്ഥാൻ എന്നുള്ള കൃത്യമായ പ്രതികരണം ഇന്ത്യ നടത്തുമ്പോൾ അവിടെ റഷ്യയുടെ പിന്തുണ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. എത്രത്തോളം ലോകരാഷ്ട്രങ്ങൾ നമ്മളെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. ഈ ആക്രമണം നടന്ന ഘട്ടത്തിൽ നമ്മളെ അമേരിക്ക, ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം പിന്തുണച്ചിരുന്നു. അമേരിക്കയുടെ പ്രതികരണം ആദ്യത്തെ ഘട്ടത്തിൽ ഇന്ത്യക്കൊപ്പം എന്ന് പറയുമ്പോൾ 26 ജീവനുകൾ പൊലിഞ്ഞ ഘട്ടത്തിൽ ഇന്ത്യക്കൊപ്പം എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ത്യ ഒരു ആക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ എത്രത്തോളം അമേരിക്കയുടെ പിന്തുണയുണ്ടാകുമെന്നറിയില്ല. കാരണം രണ്ടാമത്തെ പ്രതികരണമായപ്പോഴേക്കും അമേരിക്ക ഒന്ന് മയപ്പെടുത്തുന്നുണ്ട്. കാരണം 2 രാജ്യങ്ങളും ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് എന്ന രൂപത്തിൽ അവിടെയും ഇവിടെയും തൊടാത്തൊരു നിലപാട് എടുക്കുന്നുണ്ട്. അതേസമയം റഷ്യ കൃത്യമായും ഇന്ത്യക്കൊപ്പമാണ് എന്നുള്ള സൂചന നൽകുന്നു. അത് പല കരാറുകളും പലതരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങളുടെയും തുടർച്ചയായിട്ട് വേണം അതിനെ കാണാൻ. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ ഈ ഫൈറ്റർ ജെറ്റുകൾ കൂടുതൽ വാങ്ങുന്ന പാകിസ്ഥാനാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചൊരു കച്ചവടത്തിൻ്റെ സാഹചര്യം കൂടി അവിടെ നിൽക്കുന്നതുകൊണ്ട് എങ്ങും തൊടാതിലുള്ള മറുപടി പറയുന്നു. നമ്മളെ സംബന്ധിച്ച് ആണവ ശക്തിയുള്ള 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുക എന്നുള്ളത് നമുക്ക് അഭികാമ്യമായ ഒരു കാര്യമല്ല. നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. യുദ്ധം എന്നുള്ളതല്ല, നമ്മളെ സംബന്ധിച്ച് മറുപടി നൽകുക എന്നുള്ളതാണ്. ആ മറുപടി ശക്തമായിരിക്കണം എന്നുള്ളത്, അതാണ് രാജ്യം ഒന്നാകെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ആ കാര്യത്തിൽ നമ്മൾ ഒറ്റക്കെട്ടാണെന്ന് പറയുന്നത്. ആ മറുപടി എന്ന് പറയുന്നത് ജലതന്ത്രത്തിലൂടെ ഒരു ശക്തമായ മറുപടി ഇതിനകം നൽകി കഴിഞ്ഞിരിക്കുന്നു. അതവിടെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ അതിനകത്ത് തന്നെ വലിയ സംഘർഷങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട് ആളുകൾക്കിടയിൽ എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അവിടെ വടക്കൻ പാകിസ്ഥാനിൽ ഗിൽജിത്ത്, ബൾട്ടിസ്ഥാനിലൊക്കെ തെരുവുകളിൽ പ്രക്ഷോഭം തുടങ്ങിയിരിക്കുന്നു. വെള്ളം കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പലയിടത്തും വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അവിടെ ആഭ്യന്തരമായി അസ്ഥിരത ആദ്യമേ ഉണ്ടായിരുന്നു, അതൊന്നുകൂടി വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഇപ്പോൾ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്ന നടപടി, ഈ പാക് വിദേശകാര്യമന്ത്രിയുടെ എക്സ് അക്കൗണ്ട് ഇവിടെ ഫ്രീസ് ചെയ്തു. കാരണം പല തെറ്റായ വിവരങ്ങൾ ഇങ്ങനെ നൽകുന്നു, അത് ഇന്ത്യയിലേക്കും എത്തുകയാണല്ലോ. ഇന്ത്യ അവിടെ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ വരികയാണ് എന്ന രൂപത്തിൽ അവിടെ ഭയപ്പാട് സൃഷ്ടിക്കുന്നുണ്ടായാൽ പല രൂപത്തിലുള്ള പ്രതികരണം നടത്തുന്നു. അപ്പോൾ നമ്മളത് അക്കൗണ്ട് ഇപ്പോൾ ഇവിടെ തൽക്കാലം മരവിപ്പിച്ചിരിക്കുന്നു. പല തലത്തിലുള്ള തീരുമാനങ്ങൾ നമ്മൾ വന്നു, പല കരാറുകൾ റദ്ദാക്കി. അപ്പോൾ അതിലൂടെ നമ്മൾ നയതന്ത്ര തലത്തിലൊരു ശക്തമായ മറുപടി നൽകി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ തുടർച്ചയുണ്ടാകും. അതോടൊപ്പം തന്നെ ലോകരാഷ്ട്രങ്ങളെ പിന്തുണ ആർജിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട്. തിരിച്ചടി നൽകേണ്ടതുണ്ട്. പക്ഷേ അതൊരു യുദ്ധത്തിൻ്റെ രൂപത്തിലാകരുത്. ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു തീരുമാനം, ചാര സോഫ്റ്റ്വെയർ കൈവശം വെക്കാം എന്ന് പറയുന്നു. പക്ഷേ അത് എന്തിനു ഉപയോഗിക്കണം, പെഗസസ് എന്തിനു ഉപയോഗിക്കണം എന്നുള്ളത്, അതെ, ആർക്കെതിരെ ഉപയോഗിക്കുമെന്നുള്ളത് ആശങ്കയുണ്ടാക്കുമെന്ന് കോടതി പറയുന്നു. പക്ഷേ അത് ഉപയോഗിക്കാമെന്ന് പറയുമ്പോൾ നമുക്കത് നമ്മുടെ ശത്രുക്കൾക്കെതിരെ ഉപയോഗിക്കാം എന്നുള്ളത് എൻ്റെ ഒരു സമ്മതമായിട്ട് അതിനെ വേണമെങ്കിൽ കാണാം. അപ്പോൾ അത്തരത്തിൽ കോടതിയിൽ നിന്നും അനുകൂലമായൊരു തീരുമാനം. നമ്മളിപ്പോൾ രാജ്യം എന്തായാലും മറുപടി നൽകണം എന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. പക്ഷേ രാജ്യത്തോട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഒരു കൃത്യമായ വിശദീകരണം നൽകാൻ നമ്മുടെ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടുണ്ടെങ്കിൽ, പ്രധാനമന്ത്രി തയ്യാറായിട്ടുണ്ട് എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. നമ്മൾക്ക് നേരെ ഇങ്ങനൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നു, ഇവരാണ് ആക്രമണകാരികൾ, നമ്മളിതിനെ ഇങ്ങനെയാണ് ചെറുക്കാൻ പോവുക എന്നൊരു കൃത്യമായ പ്രതികരണം ഒരു മാധ്യമങ്ങൾക്ക് മുന്നിലോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തോട് ചേർത്ത് അവരും കൂടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രിയാണ് പറയേണ്ടത്. അങ്ങനെ ഒരു
പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. മുംബൈ ആക്രമണത്തിൻ്റെ തൊട്ട് പിറ്റേ ദിവസം മൻമോഹൻ സിംഗ് മഴയുണ്ടായിരുന്നു, കുട ചൂടിക്കൊണ്ട് നിന്നുകൊണ്ടാണ് മാധ്യമങ്ങളോട് ഇതൊരു ടെറർ അറ്റാക്കാണെന്ന് വിശദീകരിച്ചത്. അത് വിശദീകരിക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായിരിക്കുന്നു, അപ്പോൾ നമുക്ക് രാജ്യം ഒന്നാകെ ഒരു സംശയമില്ല, എന്താണ് എങ്ങനെയാണ് എന്നുള്ള സംശയം വരുന്നില്ല, നമുക്ക് കൃത്യമായ മറുപടി കിട്ടുകയാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ഒരുമിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. ഇതിപ്പോൾ ഈ സർവകക്ഷി യോഗത്തിലായാലും പ്രധാനമന്ത്രി പങ്കെടുത്തിട്ടില്ല. ഇപ്പോൾ ഇത്രയും ഉന്നതതല യോഗങ്ങൾ നടക്കുന്നു, RSS മേധാവി അടക്കം ചർച്ചയിൽ പങ്കെടുക്കാൻ വരുന്നു. പ്രതിപക്ഷം കുറേ ദിവസങ്ങളായി പറയുന്നു പാർലമെന്റ് സെഷൻ വിളിക്കണമെന്ന്. അതിലൊരു തീരുമാനം പുറത്തേക്ക് പറഞ്ഞിട്ടില്ല. വിളിക്കുമായിരിക്കും, പക്ഷേ അതിന്മേൽ ഇതുവരെ ഒരു പ്രതികരണം പറഞ്ഞിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട അവസ്ഥയാണ്. ഒറ്റക്കെട്ടായി നിൽക്കാൻ കേന്ദ്രത്തിന്റെ ഭാഗത്ത് മുന്നോട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. യുദ്ധം എന്നുള്ളത് അഭികാമ്യമല്ല, പക്ഷേ മറുപടി സൈന്യത്തിന് എന്തും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ സൈന്യത്തിന് കൃത്യമായിട്ട് അറിയാം എവിടെ വെച്ച് എങ്ങനെ കൊടുക്കണമെന്നുള്ളത്. അതിലേക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി സൈന്യത്തിൻ്റെതായ തീരുമാനത്തിൽ ചില കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. Meet the editors.